ലൊക്കേഷനിൽ ചെന്നപ്പോഴാണ് ഇത് മമ്മൂക്കയുടെ കൂടെയാണെന്നുള്ളതും ഡയറക്ടറിൻ്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെയാണ് സ്ഥിതി എന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ തന്നെ എൻ്റെ ചേട്ടൻ്റെ കുറച്ച് ഫോട്ടോസുകൾ എനിക്ക് അയച്ചു തരണം, ഒരു പ്രത്യേക സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ്. എനിക്കും തോന്നി തുടങ്ങി സിനിമാഭിനയം തന്നെയാണ് നമ്മുടെ മുന്നിലുള്ളൊരു വഴി. ആ നാടകം കാണാനായിട്ട് ബെസ്റ്റ് ആക്ടർ എന്ന് പറയുന്ന സിനിമയുടെ ഡയറക്ടർ മാർട്ടിൻ ബ്രക്കാട്ടും അതിൻ്റെ ടീമും നാടകം കാണാൻ വന്നിരുന്നു. ഞാൻ ശരിക്കും പ്രിയൻ്റെ കൂടെ സംവിധാന സഹായിയായിട്ടാണ് നിൽക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നെയ്ത്തുകാരന് ശേഷം പ്രിയനന്ദനൻ പുലിജനം എന്ന് പറയുന്ന സിനിമ ചെയ്യുന്നത്. അപ്പോൾ ആ സിനിമയ്ക്കകത്ത് പ്രിയന് എനിക്ക് ഒരു വേഷം തന്നു. എന്തോ എന്നിലെ ആക്ടറെ പ്രിയനെ ബോധ്യപ്പെട്ടു എന്ന് തോന്നുന്നു, ഇവനെ അഭിനയിച്ചാൽ കൊള്ളാം എന്ന് തോന്നിയത് കൊണ്ടായിരിക്കാം അതിനകത്ത് വേഷം തന്നു. അതിന് ശേഷം പ്രിയൻ്റെ കുറച്ച് സിനിമകളിൽ ഞാൻ ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെ കുറേ സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് എനിക്കും തോന്നി തുടങ്ങി സിനിമാഭിനയം തന്നെയാണ് നമ്മുടെ മുന്നിലുള്ളൊരു വഴി എന്നെനിക്കിങ്ങനെ ബോധ്യപ്പെട്ടു തുടങ്ങി. ആ സമയത്താണ് ഞങ്ങൾ സ്പൈനൽ കോഡ് എന്ന് പറഞ്ഞ നാടകം എറണാകുളത്ത് കളിക്കുന്നത്. ആ നാടകം കാണാനായിട്ട് ബെസ്റ്റ് ആക്ടർ എന്ന് പറയുന്ന സിനിമയുടെ ഡയറക്ടർ മാർട്ടിൻ ബ്രക്കാട്ടും അതിൻ്റെ ടീമും നാടകം കാണാൻ വന്നിരുന്നു. അപ്പോൾ ആ നാടകം കണ്ട് ഞാനടക്കമുള്ള ഇന്നത്തെ പ്രധാനപ്പെട്ട നടനായിട്ടുള്ള സുനിൽ സുഗത ഒക്കെ ഞങ്ങളൊക്കെ കൂടി ഒരുമിച്ച് ചെയ്യുന്ന ഒരു നാടകമായിരുന്നു. അതിനകത്തുനിന്ന് അതുപോലെ തന്നെ ബെസ്റ്റ് ആക്ടറിൻ്റെ അകത്തൊരു കള്ളുചെത്തുകാരനായിട്ട് അഭിനയിച്ചിട്ടുള്ള പ്രതാപൻ, അങ്ങനെ ഞങ്ങളെ മൂന്നാളെ ആ സിനിമയ്ക്കകത്തേക്ക് ഈ നാടകം കണ്ടതുകൊണ്ട് ഞങ്ങൾ സെലക്ട് ചെയ്തിരുന്നു. അപ്പോൾ ഞാൻ ആ സിനിമയ്ക്കകത്ത് മമ്മൂക്കയുടെ ഒപ്പം ആദ്യമായിട്ടൊരു സിനിമ ചെയ്യുന്ന ആ പടത്തിനകത്ത് ഒരു കടക്കാരനായിട്ട് അതിനകത്ത് വേഷം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അത് കുറച്ചുകൂടി കോൺഫിഡൻസ് വന്നു നമുക്ക് അഭിനയിക്കാം എന്നുള്ളത്. പക്ഷേ പിന്നീട് കുറേ നമ്മൾ അതിനെ കാത്തിരിക്കേണ്ടി വന്നു. പിന്നെ അതിനുശേഷം സുനിൽ കാര്യമായിട്ട് ചെയ്തിട്ടുള്ള പകിട എന്നുള്ള സിനിമകളൊക്കെ ചെയ്ത് അങ്ങനെ 10-14 സിനിമകളിലൊക്കെ അഭിനയിച്ചു. കുറേ ഗ്യാപ്പ് വന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് കളങ്കാവൽ എന്ന് പറയുന്ന സിനിമയിലേക്കൊരു അവസരം കിട്ടുന്നത്. അങ്ങനെ ഒരു ആക്ടിംഗ് വർക്ക്ഷോപ്പുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് ആ വർക്ക്ഷോപ്പ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിൻ്റെ സമാപന സമയത്ത് ഇന്നത്തെ പ്രഗത്ഭ നടനായിട്ടുള്ള സുധി കോഴിക്കോട് കാതൽ സിനിമയിൽ സംസ്ഥാന അവാർഡൊക്കെ വാങ്ങിച്ചിട്ടുള്ള നടനാണ്. അദ്ദേഹം അവിടെ വരികയും സംസാരിക്കുകയും ഒക്കെ കഴിഞ്ഞ് തിരിച്ച് ഞാൻ വർക്ക്ഷോപ്പൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോന്നു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ സുധിയുടെ ഒരു ഫോൺ വരികയാണ്. ചേട്ടൻ്റെ കുറച്ച് ഫോട്ടോസുകൾ എനിക്ക് അയച്ചു തരണം, ഒരു പ്രത്യേക സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ്, കാര്യങ്ങളൊക്കെ പിന്നീട് പറയാം, ഇപ്പോൾ ചേട്ടൻ്റെ ഒരു ഫോട്ടോ അയച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനാണെങ്കിൽ ആ സമയത്ത് ഒരു ഹോസ്പിറ്റൽ കേസായിട്ട് ഹോസ്പിറ്റലിൽ നിൽക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഇങ്ങനെ ഒരു അവസ്ഥയിൽ നിൽക്കുകയാണ്, വീട്ടിൽ പോയിട്ട് പെട്ടെന്ന് അയച്ചു തന്നാൽ മതി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ ആ സമയത്ത് തന്നെ മൊബൈലിലുള്ള ചില ഫോട്ടോസുകളൊക്കെ അയച്ചു കൊടുത്തു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പറഞ്ഞു ചേട്ടനൊന്നും പറയാൻ പറ്റില്ല, ഞാൻ ചേട്ടന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം, അത് നല്ലൊരു അവസരമാണ്, നല്ലൊരു വേഷമാണ്. അപ്പോഴും ഏത് സിനിമയാണ്, ആരുടെ സിനിമയാണ്, ഏത് പ്രൊഡക്ഷനാണെന്നൊന്നും പറഞ്ഞില്ല. അപ്പം ഞാൻ അയച്ചു കൊടുത്തു, ഞാനതങ്ങനെ വിട്ടു. 2 ദിവസം കഴിഞ്ഞിട്ട് പറഞ്ഞു ചേട്ടാ ഒരു വീഡിയോ വേണം, അപ്പം അതിൻ്റെ ഒരു സന്ദർഭം പറഞ്ഞു തന്നു. അപ്പോൾ അത് കണക്കാക്കിയിട്ടൊരു വോയിസുള്ളൊരു വീഡിയോ ഇട്ട് കൊടുക്കാൻ പറഞ്ഞു. അതും ഇട്ട് കൊടുത്തു. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പറഞ്ഞു ചേട്ടാ, സുധി പറഞ്ഞു ചേട്ടാ അവർക്ക് അത് താല്പര്യമായിട്ടുണ്ട്, അപ്പോൾ അവർ പ്രൊഡക്ഷനിൽ നിന്ന് വിളിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ സുധി ഞാനിത് ഈ വേഷം സുധിക്കറിയാം, ഇത് അഭിനയിക്കുക എന്നുള്ളത് ഒന്നുകൂടി സാക്ഷ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് എൻ്റെ സുഹൃത്തായിട്ടുള്ള ഇന്നത്തെ പ്രശസ്തനായിട്ടുള്ള കാസ്റ്റിംഗ് ഡയറക്ടർ രാജേഷ് നാരായണനെ വിളിച്ചു ചോദിച്ചു, വിനോദേട്ടന് അത് കൊടുത്ത് ഞാൻ ഇങ്ങനെയാണ്, ഞാൻ അയച്ചു കൊടുക്കട്ടെ? അപ്പോൾ പുള്ളി നല്ല സപ്പോർട്ട് ചെയ്തു, കൊടുത്തോ കുഴപ്പമില്ല വിനോദം ചെയ്യും എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനും രാജേഷ് ഒരുമിച്ച് ഈ ആക്ടിംഗ് വർക്ക്ഷോപ്പൊക്കെ നടത്താറുണ്ട്. അപ്പോൾ അന്ന് കോഴിക്കോട് ആക്ടിംഗ് വർക്ക്ഷോപ്പിൽ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞു, പ്രൊഡക്ഷനിൽ വിളി വന്നു, ചെന്നു, ഡയറക്ടറെ കണ്ടു, അതുപോലെ അതിൻ്റെ എഴുത്ത് കോ റൈറ്ററായിട്ടുള്ള ജിഷ്ണനെ കണ്ടു, സംസാരിച്ചു. അപ്പോൾ അവർ ഒരു സന്ദർഭം തന്നു, അപ്പോൾ അത് കാണിച്ചു കൊടുത്തു, തിരിച്ചു പോന്നു. അവർ ഓക്കെ ആയി.
അങ്ങനെ ചെന്ന് ആ ലൊക്കേഷനിൽ ചെന്നപ്പോഴാണ് ഇത് മമ്മൂക്കയുടെ കൂടെയാണെന്നുള്ളതും ഡയറക്ടറിൻ്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെയാണ് സ്ഥിതി എന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ തന്നെ എൻ്റെ വല്ലാത്തൊരു അവസ്ഥയായിരുന്നു ആ സമയം. കാരണം നമ്മൾ ചെറുപ്പം മുതൽ തന്നെ കാണുന്ന വലിയൊരു ഒരു പർവ്വതത്തിൻ്റെ മുന്നിലാണല്ലോ നമ്മൾ നിൽക്കുന്നത്. അതിൻ്റെ കാരണക്കാരെന്ന് പറയുന്നത് നമ്മുടെ സുഹൃത്തായിട്ടുള്ള സുധി കോഴിക്കോടാണ്. സുധി കോഴിക്കോടിൻ്റെ അടുത്ത് എത്ര നന്ദി പറഞ്ഞാലും തീരില്ല. കാരണം ആ സമയത്ത് എന്നെ ആലോചിച്ചു എന്നുള്ളത് തന്നെ വലിയൊരു കാര്യമാണ്. അതുപോലെ ചിത്രീകരണ സമയത്ത് മമ്മൂക്കയായാലും അതുപോലെ മമ്മൂട്ടി കമ്പനി ആയാലും ശരി, ടെക്നീഷ്യന്മാരായാലും ശരി, ഇപ്പം ഡയറക്ടർ ജിതിൻ കെ ജോസ്, സ്ക്രിപ്റ്റ് റൈറ്റർ പിന്നെ ജിഷ്ണു, അതുപോലെ തന്നെ അസോസിയേറ്റ് ഡയറക്ടർ ബോസ്, മറ്റ് അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ്, ക്യാമറമാൻ ഫൈസലിക്ക, അതുപോലെ എല്ലാവരും വളരെ മനോഹരമായിട്ടാണ് നമ്മുടെ അടുത്ത് പെരുമാറുകയും എനിക്ക് ഒത്തിരി കാര്യങ്ങൾ അവരിൽ നിന്ന് പഠിക്കാനും പറ്റി.